ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നിങ്ങളൊക്കെ ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഊണ് കഴിക്കാണ്. എന്താ കറിയെന്നറിയോ? പയറുപ്പേരി. അത് കഴിഞ്ഞു. പിന്നെ ഇതാ ചാമേരിയാണ്. ഇന്നലെ വെച്ച വെണ്ടക്ക തീയിലാണ്. പിന്നെ പപ്പടം കാച്ചത്. പിന്നെ ഇതാ മുട്ട വറുത്തത്. പിന്നെന്താണ് മിനിങ്ങാന്ന് വെച്ച എലിശ്ശേരിയാണ്. ഓക്കെ. അപ്പം നിങ്ങളൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാലക്കാടൻ കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. രാവിലെ ഇവിടുത്തെ അമ്മനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി വന്നു. എന്നിട്ടാണ് ചോറ് വെച്ചില്ല, പഴയ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് ചൂടാക്കി. ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്നില്ല. കാരണം ഞാൻ 2 നേരം ഈ മട്ടേരി ഈ ചാമേരി ചോറാണ് ഞാൻ കഴിക്കുന്നത്. കുറേ നാളായിട്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് രുചിയുണ്ട്. നിങ്ങൾക്കൊക്കെ ഷുഗറുള്ളവർ കഴിച്ചു നോക്കി. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 140 ഉള്ളൂ, 135 ഉള്ളൂ എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ. രാവിലെ ദോശയാണെങ്കിൽ 3 എണ്ണം, ഇഡ്ഡലി ആണെങ്കിൽ 3 എണ്ണം, പുട്ടാണെങ്കിൽ ഒരു ചെറിയ ചിരട്ടപ്പുട്ടില്ലേ, അതിൻ്റെ ഒരു പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഷുഗറിന് ദയവ് ചെയ്ത് ഇൻസുലിൻ എടുക്കലും നിങ്ങൾ ഗുളിക കഴിക്കുന്നത് നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എനർജിക്കറ്റ് ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, 2 നേരം ഞാൻ ഈ ചോറ് കഴിക്കും. പിന്നെ മധുരം കഴിക്കുന്നില്ല. ഇന്നലെ ഒരു മൈസൂർ പാവ് തിന്നു കേട്ടോ. കുറേ നാളായി ഞാൻ മൈസൂർ പാവ്, എൻ്റെ ജിലേബിയെല്ലാം പായസം ചക്കപ്പഴം എല്ലാം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പക്ഷേ കുറേ കാലങ്ങളായി ഞാൻ മൈസൂർ പാവ് തിന്നിട്ട്. ഇന്നലെ കണ്ടപ്പോൾ കൊതി അടക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം തിന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചില്ല, 2 മുട്ട പുഴുങ്ങി തിന്നു. ഓക്കെ. അപ്പോൾ 2 മുട്ടയും പുഴുങ്ങി തിന്നിട്ട് ഇന്നലെ മിണ്ടാതെ കിടന്നു. രാവിലെ ഞാൻ 3:45 എണീക്കും. എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് നിർത്താൻ പറ്റും കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ. ഞാൻ 3:45 എണീക്കും. ഓങ്കാരം, പ്രാണായാമം, അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ, ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യും ഞാൻ. ഇതെല്ലാം കഴിഞ്ഞ് 5 മണിക്ക് പുറത്തിറങ്ങി പ്രപഞ്ചത്തിനെയൊക്കെ ഒന്ന് തൊഴുത് നന്ദി പറയും. ഇന്നത്തെ ഈ ജീവിതം എനിക്ക് തന്നതിന് പ്രപഞ്ചത്തിനും ദൈവത്തിനും നന്ദി പറയും. എല്ലാവർക്കും ഭക്ഷണം തന്നവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ നടക്കും. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോൾ നടത്തം കഴിഞ്ഞിട്ട് ഉലുവ വെള്ളം 2 കപ്പ്, എൻ്റെ ഒരു ചായക്കപ്പെങ്കിൽ 2 കപ്പ് കഴിക്കും. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഒരു മധുരമിടാത്ത ചായ കുടിക്കും. എൻ്റെ ഒരു ദിവസത്തെ മെനു ആണ് കേട്ടോ. 6 മണിക്ക് ചായ കുടിക്കും. 12:30 ആകുമ്പോൾ ചോറുണ്ണും. പക്ഷേ ഇവിടെ ആരും ഇല്ലാത്ത കാരണം അമ്മച്ചിക്ക് ചോറ് കൊടുത്തിട്ട് 1 മണിക്കാണ് ഞാൻ ഇപ്പോൾ ഇത് കഴിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇത്തിരി നേരം റൂമിൽ പോയിരിക്കും. 3:30 വരെ ഇരിക്കും. എന്നിട്ട് ഞാൻ പുറത്ത് വരും. 3:30 വന്നിട്ട് ഒരു ചായ വെച്ച് കുടിക്കും, കാലിച്ചായ. ഒരു 2-3 റസ്ക്കും തരും. ഓക്കെ. അത് കഴിഞ്ഞ് അമ്മച്ചിനെ ചോറും പിന്നെ ചായ കൊടുത്ത് കിടത്തി 6 മണിയാകുമ്പോൾ അമ്മച്ചിനെ കുളിപ്പിക്കണം, മേല് കഴിക്കണം, അമ്മച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ ഞാനിത് തന്നെ കഞ്ഞിയാക്കും. ഇത്തിരി പാലും ഇത്തിരി തേങ്ങ ചിരകിയതും ഇത്തിരി ജീരകവും ഒഴിച്ചിട്ട് കഞ്ഞി വെച്ചിട്ട് എന്തെങ്കിലും കറിയോ ചമ്മന്തിയോ അച്ചാറോ പപ്പടമോ അങ്ങനെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. അപ്പം ഞാൻ പറയുന്നത് ഷുഗറിന് മരുന്ന് പെട്ടെന്ന് നിർത്തരുത്. ഞാൻ പറയും പോലെ ആദ്യം ഷുഗർ ചെക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ മില്ലറ്റ് ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം കഞ്ഞിയും കുടിക്കുക. രാവിലെ 3 ദോശയോ 3 ഇഡ്ഡലിയോ ഒരു ചിരട്ടപ്പുട്ടോ. പക്ഷേ അപ്പം ഞാൻ കഴിക്കാറില്ല. എനിക്ക് പൊതുവെ അപ്പത്തിനോട് വലിയ താല്പര്യമില്ല. കറി എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇടയിൽ ഒരു പഴമോ ഓറഞ്ചോ ഒരു ആപ്പിളോ ഒക്കെ തിന്നാം.
അതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം നിങ്ങൾ ഈ കഞ്ഞിയും വെച്ച് കുടിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച, ഞാൻ പറയുന്ന ഒരൊറ്റ ആഴ്ച നിങ്ങൾ ഈ മില്ലറ്റിൻ്റെ കഞ്ഞിയോ ചോറോ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കി. ഷുഗർ തീർച്ചയായിട്ടും 300ലേക്കോ 400ലേക്കോ ഉള്ളവർക്ക് 200ൻ്റെ അടുത്ത് വരും. പിറ്റത്തെ ആഴ്ച ചെക്ക് ചെയ്യുക. പിറ്റത്തെ നിങ്ങൾക്കിത് നോർമലിൽ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് ഗുളികകൾ ഓരോന്നായിട്ട് നിർത്താം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കുവൈറ്റിലിരുന്നപ്പോൾ ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാനതങ്ങ് നിർത്തി, ഞാനായിട്ട് നിർത്തിയതാണ്. ഭക്ഷണ ക്രമീകരണം, യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ. ഏറ്റവും വലിയ മരുന്നാണ് മെഡിറ്റേഷൻ. ഓക്കെ, എത്ര വലിയ അസുഖത്തിന് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്താൽ നമ്മൾ ശരിയായിട്ടുള്ള സന്തോഷം, സങ്കടങ്ങൾ എല്ലാം തിരിച്ചു വരും. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്ന, കാരണം ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ആ മെഡിറ്റേഷനിലൂടെയാണ് എൻ്റെ മനസ്സിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും മില്ലറ്റ് കഴിക്കുക. സമയം കൺട്രോള്. രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, 4 മണിക്ക് ചായ. 7:30 ആകുമ്പോഴത്തേനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക. പിന്നെ രാവിലെ വരയ്ക്ക് ഒന്നും കഴിക്കരുത്. 12 മണിക്കൂർ empty ആയിരിക്കണം നമ്മുടെ വയറ്. എന്നിട്ട് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കി ഗുഡായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.